വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് ആണ്. അതിൽ നമ്മൾ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് ആണ്. ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് എന്താണ്? ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് കൊണ്ട് അർത്ഥമാക്കുന്നത്, അതായത് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി വ്യത്യസ്തമായ ഇലക്ട്രോലൈറ്റിലൂടെ അത് പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യും. ആ സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിൻ്റെ ഇക്വാലൻ്റ് മാസിനെയാണ്. അതൊരു ഡെഫിനിഷൻ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ ഡിഫറൻറ്റ് ഇലക്ട്രോലൈറ്റ്, ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് deposited at an electrode is directly proportional to their equivalent mass. For example, നമ്മൾ കോപ്പർ സൾഫേറ്റിലൂടെയും സിൽവർ നൈട്രേറ്റ് ഈ രണ്ട് ഇലക്ട്രോലൈറ്റിലൂടെ നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണ്. നമ്മൾ പാസ് ചെയ്യുന്നത് സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ്. വ്യത്യസ്തമായ ഇലക്ട്രോലൈറ്റ് ഏതൊക്കെയാണ്? ഇവിടെ സിൽവർ നൈട്രേറ്റും കോപ്പർ സൾഫേറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഒരു കണ്ടീഷൻ ഉണ്ട്, ഇത് കണക്ട് ചെയ്യുന്നത് സീരീസ് ആയിരിക്കണം. സീരീസ് കണക്ഷനിലൂടെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും, അതേപോലെ തന്നെ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ കോപ്പറിൻ്റെ എമൗണ്ട് അതിൻ്റെ കോപ്പറിൻ്റെ ഇക്വാലൻ്റ് മാസിനെയും അതേപോലെ സിൽവറിൻ്റെ എമൗണ്ട് ഏതിനെയാണ്? സിൽവറിൻ്റെ ഇക്വാലൻ്റ് മാസിനെയും ഇക്വാലൻ്റ് മാസിനും ആനുപാതികമായിരിക്കും. ഉദാഹരണമായിട്ട്, ഫോർ എക്സാമ്പിൾ, വെയ്റ്റ് ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു ഈക്വാലൻ്റ് വെയ്റ്റ് ഓഫ് കോപ്പർ. അതേപോലെ തന്നെ ഡിവൈഡഡ് ബൈ weight of silver is equal to divided by equivalent weight of silver. അപ്പം ഇങ്ങനെ എഴുതാം. നമുക്ക് ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം: when same quantity of electricity is passed through copper sulfate and silver nitrate, the Faraday's second law may be written as weight of copper divided by weight of silver is equal to equivalent weight of copper divided by equivalent weight of silver. ഒന്നുകൂടെ ഡെഫിനിഷൻ ഞാൻ പറയാം. when same quantity of electricity is passed through different electrolytes, the amount of substance deposited at respective electrode is directly proportional to their equivalent മാസ് ഓർ ഇക്വാലൻ്റ് വെയ്റ്റ്. ഓക്കെ, വെയ്റ്റ് എന്ന് പറയാം, മാസ് എന്ന് പറയാം. മോർ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇക്വാലൻ്റ് മാസ് എന്ന് പറയാം. ഓക്കെ, ദെൻ അപ്പം ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് നമുക്ക് മനസ്സിലായാലും അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം. പ്രോബ്ലം ബേസ്ഡ് ഓൺ ഫാരഡേസ് സെക്കൻഡ് ലോ നോക്കാം. പ്രോബ്ലം: ദെൻ 3 electrolytic cell A, B, C are containing solution containing solutions of zinc sulfate, silver nitrate and copper sulfate respectively are connected in series A steady current of 1.5 amperes was passed through
passed through them until through them until 1.45 gram of silver deposited 1.45 gram of silver deposited at the cathode of cell B. How long did current flow? How long did current flow? How long did current flow? What mass of copper and zinc were deposited? What mass of copper and zinc were deposited. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതേ ഉള്ളൂ. 3 electrolytic cell A, B, C containing zinc sulfate, silver nitrate and copper sulfate respectively are connected in series. കണ്ടില്ലേ, സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്റ്റഡി കറണ്ട് 1.5 ampere was passed through them until 1.45 gram of silver deposited at the cathode of the cell B. അപ്പോൾ ബിയിലാണ് സിൽവർ നൈട്രേറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. അത് 1.45 gram ആണ്. ദെൻ ഹൗ ലോങ് ഡിഡ് കറണ്ട് ഫ്ലോ? എത്രമാത്രം കറണ്ട് പാസ് ചെയ്യും, എത്രമാത്രം സമയം കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. വാട്ട് മാസ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് വർ ഡെപ്പോസിറ്റഡ്? കോപ്പറും സിങ്കും എത്രമാത്രം ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്? ഇതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? എത്രയാണ് സിങ്കും കോപ്പറും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, എത്രമാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, 1.45 gram സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ എത്രമാത്രം കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സാധാരണ അതിൽ പാസ് ചെയ്യുന്നത് 1.5 സ്റ്റഡി ആംബിയർ കറണ്ടാണ്. പക്ഷേ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ 1.45 gram ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എത്രമാത്രം കറണ്ട് പാസ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം സമയം കറണ്ട് പാസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഗിവൺ എന്തൊക്കെയാണ്? 1.5 ആംബിയർ ആണ്. അതേപോലെ തന്നെ വെയിറ്റ് ഓഫ് സിൽവർ 1.45 ആണ്. അപ്പോൾ നമുക്ക് ഫാരഡേസ് ഫസ്റ്റ് ലോ ഇക്വേഷൻ ഉപയോഗിച്ച ക്വാണ്ടിറ്റി, അതായത് W ഈസ് ഈക്വൽ ടു Z ഇൻറ്റു I ഇൻറ്റു T. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം കാണാൻ പറ്റും. ഇവിടെ W നമുക്ക് തന്നിട്ടുണ്ട്, എമൗണ്ട് തന്നിട്ടുണ്ട്, സിൽവറിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, അത് 1.45 ആണ്. ഇനി കറണ്ട് സ്ട്രെങ്ത് ഇൻ ആംബിയർ തന്നിട്ടുണ്ട് 1.5. ദെൻ Z ഇലക്ട്രോകെമിക്കൽ ഇക്വാലൻ്റ് തന്നിട്ടില്ല, അത് നമുക്ക് കണ്ടെത്താം. അതിനുള്ള ഒരു ഇക്വേഷനാണ് ഇക്വാലൻ്റ് മാസ് ഡിവൈഡഡ് ബൈ ചാർജ് ഇൻറ്റു ഫാരഡേ. ഇക്വാലൻ്റ് മാസ് ഡിവൈഡഡ് ബൈ ചാർജ് ഇൻറ്റു ഫാരഡേ. ഇക്വാലൻ്റ് മാസ് ഓഫ് സിൽവർ എന്താണ്? 108 ആണ്. ദെൻ ചാർജ് ഇവിടെ +1 ആണ്. സിൽവർ നൈട്രേറ്റിൽ എന്താണ്? +1 അല്ലേ? അപ്പോൾ 1 ഇൻറ്റു ഫാരഡേയുടെ വാല്യൂ 96,500 കൂളാണ്. അപ്പോൾ നമുക്ക് ടൈം കിട്ടും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കിട്ടും. ടൈം 863.73 സെക്കൻഡ് നമുക്ക് ലഭിക്കും അല്ലേ? അപ്പം ഹൗ ലോങ് ഡിഡ് ദ കറണ്ട് ഫ്ലോ, അതല്ലേ ക്വസ്റ്റ്യൻ 1. ദെൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കോപ്പറിൻ്റെ എമൗണ്ട് എത്രയാണ്? അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോലൈസിസ് പ്രകാരം W1 ഡിവൈഡഡ് ബൈ W2 ഈസ് ഈക്വൽ ടു E1 ഡിവൈഡഡ് ബൈ E2. അതായത് W1 എന്ന് പറഞ്ഞാൽ നമ്മൾ സിൽവറിൻ്റെ എമൗണ്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? വെയിറ്റ് ഓഫ് സിൽവർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് സിൽവർ ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് കോപ്പർ ആണ്. അപ്പം സിൽവറിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 1.45. വെയിറ്റ് ഓഫ് കോപ്പർ നമുക്ക് അറിയില്ല, അതുകൊണ്ട് W2 ഇവിടെ കൊടുത്തു. ഇനി ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് സിൽവർ 108 ആണ്. അതേപോലെ തന്നെ ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് കോപ്പർ എത്രയാണ്? 31.75 ആണ്. അത് നമുക്ക് അറിഞ്ഞിരിക്കണം.
കോപ്പറിൻ്റെത് അതേപോലെ സിൽവറിൻ്റെയൊക്കെ. അഥവാ അറിയില്ല ക്ലാക്സ് ടേബിൾ ഉണ്ടാവും 31.75. അങ്ങനെയാണെങ്കിൽ നമുക്ക് W2 അതായത് വെയിറ്റ് ഓഫ് കോപ്പർ നമുക്ക് കണ്ടെത്താം. വെയിറ്റ് ഓഫ് കോപ്പർ കണ്ടെത്താം 0.425. അതേപോലെ തന്നെ നമുക്ക് ഇനി കണ്ടെത്തേണ്ടത് എന്താണ്? സിങ്കിൻ്റെതാണ് അല്ലേ? സിങ്കിൻ്റെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിന് ഏതാണ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്? വെയിറ്റ്, യെസ്. അപ്പം നമുക്ക് എന്ത് കണ്ടെത്താം? സിങ്കിൻ്റെത് കണ്ടെത്താം ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പം ഇവിടെ നമുക്കറിയാം വെയിറ്റ് ഓഫ് സിങ്ക് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സിൽവർ തന്നെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോപ്പറിൻ്റെ നമുക്ക് കിട്ടിയല്ലോ, കോപ്പർ ഉപയോഗിക്കാം അല്ലെങ്കിൽ സിൽവർ ഉപയോഗിക്കാം. ഈസ് ഈക്വൽ ടു ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് സിങ്ക് ഡിവൈഡഡ് ബൈ ഇക്വാലൻ്റ് വെയിറ്റ് ഓഫ് സിൽവർ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് സിങ്ക് ആണ് നമ്മൾ കാണുന്നത്. അപ്പം W1 എന്ന് കൊടുക്കുക. ഇത് W2 എത്രയാണ്? 1.45. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈക്വാലൻ്റ് വെയിറ്റ് ഓഫ് സിങ്ക് എത്രയായിരിക്കും? ഈക്വാലൻ്റ് വെയിറ്റ് ഓഫ് സിങ്ക് 32.65 വരും. 32.65 ഡിവൈഡഡ് ബൈ ഈക്വാലൻ്റ് വെയിറ്റ് ഓഫ് സിൽവർ എത്രയാണ്? 108. അപ്പം W1 അതായത് വെയിറ്റ് ഓഫ് സിങ്ക് ഈസ് ഈക്വൽ ടു എത്ര വരും? സിങ്ക് ഈസ് ഈക്വൽ ടു ദെൻ 0.438 കിട്ടും. 0.438 ഗ്രാം കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ എന്തുകൂടെ ഡിസ്കസ് ചെയ്തു? സെക്കൻഡ് ലോ, ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോലൈസിസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് നമ്മളിവിടെ ഡിസ്കസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫാരഡേ സെക്കൻഡ് ലോ പഠിച്ചു, ഫാരഡേസ് ഫസ്റ്റ് ലോ പഠിച്ചു. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കൊറോഷനെ കുറിച്ചാണ്. കൊറോഷനെ കുറിച്ചും അതേപോലെ തന്നെ സെല്ലിനെ കുറിച്ചും മാത്രമേ ഈ ചാപ്റ്ററിൽ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളൂ. നോക്കാം, നമുക്ക് ഫസ്റ്റ് കൊറോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എന്താണ് കൊറോഷൻ? നോക്കാം. കൊറോഷൻ എന്താ ഈ കൊറോഷൻ? ഡിസ്ട്രക്ഷൻ ഓഫ് എനി മെറ്റൽസ് ബൈ റിയാക്ടിങ് അറ്റ്മോസ്ഫറിക് മോയിസ്ചർ ഓക്സിജൻ. ദെൻ അതായത് മെറ്റലിന് സംഭവിക്കുന്ന ഡിസ്ട്രക്ഷൻ ബൈ റിയാക്ടിങ് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ മോയിസ്ചർ. ദെൻ അതായത് അന്തരീക്ഷത്തിലെ ഈർപ്പവും ഓക്സിജനുമായിട്ടൊക്കെ പ്രവർത്തിച്ച് മെറ്റലിന് സംഭവിക്കുന്ന ഡിസ്ട്രക്ഷന് പറയുന്ന പേരാണ് എന്ത്? കൊറോഷൻ. അതിന് എക്സാമ്പിളാണ് എന്ത്? റസ്റ്റിംഗ് ഓഫ് അയൺ. Example for corrosion: rusting of iron, claving of copper. Claving of copper കണ്ടില്ലേ? അതായത് ഇത് ഗ്രീൻ കോട്ടിങ്, ചില നാണയങ്ങളുടെയൊക്കെ മുകളിലൊക്കെ കാണാം ഗ്രീൻ കോട്ടിങ് കാണാം. അതെന്താണ്? ക്ലാവ് പിടിക്കുക എന്ന് പറയും അല്ലേ? നമ്മളിപ്പോൾ പിന്നെ ചില നിലവിളക്ക് അതേപോലെ അങ്ങനെയുള്ള പിന്നെ കോപ്പറിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ പിന്നെ കോയിൻസ് ഇതിലൊക്കെ എന്ത് കാണാൻ പറ്റും? ഒരു ഗ്രീൻ കോട്ടിങ് കാണാൻ പറ്റും. അതിനെയാണ് ക്ലാവിങ് ഓഫ് കോപ്പർ. നമുക്ക് പഠിക്കാനില്ല, എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ ടാർണിഷിംഗ് ഓഫ് സിൽവർ. ഇതൊക്കെ ഏതിന് എക്സാമ്പിളാണ്? കൊറോഷൻ എക്സാമ്പിളാണ്. പക്ഷെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഏത് മാത്രമാണ്? റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. അത് റസ്റ്റിംഗ് ഓഫ് അയൺ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. റസ്റ്റിംഗ് ഓഫ് അയൺ ഒന്നുകൂടെ പറയാം. കൊറോഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽസ് ബൈ റിയാക്ടിങ് അറ്റ്മോസ്ഫറിക് മോയിസ്ചർ ആൻഡ് ഓക്സിജൻ. ഓക്കെ, ദെൻ എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ. നോക്കാം, ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ പ്രകാരം നമുക്ക് റസ്റ്റിങ്ങിന് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കാം. ഇതൊരു അയൺ ബാറാണ്, ഒരു അയൺ മെറ്റീരിയൽ. ഇതിലെ സാധാരണഗതിയിൽ ഒരു ഇറഗുലർ സർഫേസ്, അതായത് സർഫേസ് വളരെ സ്മൂത്ത് ആണെങ്കിൽ അവിടെ കൊറോഷൻ നടക്കില്ല. ഇറഗുലർ സർഫേസ് ആകുമ്പോൾ അവിടെ പൊടിപടലങ്ങളും അതേപോലെ മോയിസ്ചറൊക്കെ ഉണ്ടാകും. ആ ഭാഗം എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡ് സ്പോട്ടായിട്ട് ആക്ട് ചെയ്യും. എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡ്. അപ്പോൾ ആനോഡിൽ നമുക്കറിയാം സാധാരണഗതിയിൽ ആനോഡിൽ എന്താണ് സംഭവിക്കുക?
ഓക്സിഡേഷനാണ് സംഭവിക്കുക. നമുക്കറിയാം ഇതിവിടെ അയേൺ മെറ്റീരിയലാണ്. അപ്പോൾ അയേണിന് ഓക്സിഡേഷൻ സംഭവിക്കുമ്പം അത് എന്തായിട്ട് മാറും? ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും, അത് ഫെറസ് അയോണായിട്ട് മാറും. ഇലക്ട്രോൺ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ Fe2+ ആയിട്ട് മാറും. അപ്പോൾ ഇതിന് ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഈ ഭാഗത്തിന് ആനോഡ് സ്പോട്ട് എന്ന് പറയും. എന്താണ് പറയുക? ആനോഡ് സ്പോട്ട്. ഇനി അടുത്തത്, ഇവിടെ നമുക്കറിയാം അന്തരീക്ഷത്തിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഈ വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്ത് കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് ഇവിടെ ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? കാർബോണിക് ആസിഡ്. ഹൗ ഇറ്റ് ഈസ് ഫോംഡ്? ബൈ റിയാക്ടിങ് അറ്റ്മോസ്ഫറിക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. മോയിസ്റ്ററും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും? കാർബോണിക് ആസിഡ് ആയിട്ട് മാറും. നമുക്കറിയാം ഈ കാർബോണിക് ആസിഡ് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യാം? ഇത് H+ അയോണിനെ പ്രൊവൈഡ് ചെയ്യും അല്ലേ? ഈ H+ അയോണിനെ പ്രൊവൈഡ് ചെയ്യും. ഈ H+ അയോണ് കാഥോഡ് കമ്പാർട്ട്മെൻറ്റിൽ ഇവിടെ ഈ ഭാഗങ്ങളിൽ H+ അയോൺ എന്ത് ചെയ്യും? ഓക്സിജനുമായിട്ട്, അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും, റിഡക്ഷന് വിധേയമാകുന്നതിൻ്റെ ഫലമായിട്ട് അത് വാട്ടർ ഫോം ചെയ്യും. അപ്പം എവിടുന്നാണ് നമുക്ക് H+ ഫോം ചെയ്തിരിക്കുന്നത്? ഇത് കാർബോണിക് ആസിഡാണ്. ഈ കാർബോണിക് ആസിഡ് എങ്ങനെ ഫോം ചെയ്തു? വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ ഡിസോൾവ് ചെയ്തു. അപ്പം കാഥോഡ് കമ്പാർട്ട്മെൻറ്റും കൂടെ ആയി. ആനോഡ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, കാഥോഡ് കമ്പാർട്ട്മെൻറ്റ്. ദെൻ ഈ ഫെറസ് അയോൺ വീണ്ടും അറ്റ്മോസ്ഫറിക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഫെറിക് ഓക്സൈഡായിട്ട് മാറും. എന്തായിട്ട് മാറും? ഫെറിക് ഓക്സൈഡ്. ഈ ഫെറിക് ഓക്സൈഡിന് ചുറ്റും വാട്ടർ മോളിക്യൂൾസ് സറൗണ്ട് ചെയ്ത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആയിട്ട് മാറും. അതാണ് യഥാർത്ഥത്തിൽ എന്ത്? റസ്റ്റ്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഫെറിക് ഓക്സൈഡ് is called rust. ഓക്കെ, അപ്പം മെക്കാനിസം മനസ്സിലായില്ലേ? ആനോഡ് സ്പോട്ടിൽ അയൺ എന്തിന് വിധേയമാകും? ഓക്സിഡേഷന് വിധേയമാകും. അയൺ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഇൻ ആനോഡ് സ്പോട്ട് ആൻഡ് ബിക്കം ഫെറസ് അയോൺ. ദ H+ ion furnished by carbonic acid is undergo reduction in the presence of oxygen to form water molecule. Then this ferrous ion further get oxidized in presence of atmospheric oxygen form ferric oxide. This is ferric oxide is surrounded by water form hydrated ferric oxide, that is called rust. അപ്പം അത് റസ്റ്റായിട്ട് ഫോം ചെയ്യുന്നു. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെയാണ് റസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം, അയണിനാണോ റസ്റ്റിനാണോ, റസ്റ്റഡ് അയണിനാണോ ഫ്രഷ് പീസ് ഓഫ് അയൺ ആണോ വെയിറ്റ് കൂടുതൽ? ഏറ്റവും വെയിറ്റ് കൂടുതൽ ഏതാ? ഫ്രഷ് പീസിൽ എന്താണ്? വെറും അയൺ മാത്രമേ ഉള്ളൂ. അതേ സ്ഥാനത്ത് റസ്റ്റഡ് അയോണിൽ എന്തുണ്ട്? Fe2O3H2O. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ഉള്ളത് കൊണ്ട് വെയിറ്റ് കൂടുതൽ ഏതിനാണ്? റസ്റ്റഡ് അയോണിനാണ്. മനസ്സിലാക്കണം. എനിവേ, അപ്പോൾ റസ്റ്റിംഗ് ഓഫ് അയണിൻ്റെ മെക്കാനിസം നമുക്ക് മനസ്സിലായി. ഇലക്ട്രോകെമിക്കൽ ഫിനോമിനൻ പ്രകാരമാണ് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ആനോഡ് സ്പോട്ട് എന്തായിട്ട് മാറുന്നു? ആനോഡ് സ്പോട്ടിൽ അയൺ മെറ്റീരിയൽ അണ്ടർഗോ ഓക്സിഡേഷൻ ആൻഡ് ബിക്കം ഫെറസ് അയോൺ. പിന്നീട് കാഥോഡ് സ്പോട്ടിൽ എന്ത് ചെയ്യുന്നു? H+ അയോൺ എന്ത് ചെയ്യുന്നു? റിഡക്ഷന് വിധേയമായിട്ട് അത് വാട്ടർ ഫോം ചെയ്യുന്നു ഓക്സിജൻ്റെ പ്രസൻസിൽ. ഈ ഫെറസ് അയോൺ വീണ്ടും ഫർദർ ഗെറ്റ് ഓക്സിഡൈസ്ഡ് ഇൻ പ്രസൻസ് ഓഫ് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ ഫോം ഫെറിക് ഓക്സൈഡ്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ ഫോം ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, ദാറ്റ് ഈസ് കോൾഡ് റസ്റ്റ്. അപ്പം എങ്ങനെ റസ്റ്റ്? ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെ ഫാക്ടേഴ്സാണ് റസ്റ്റിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നത്, സ്പീഡപ്പ് ചെയ്യുന്നത്? ഏതൊക്കെ ഘടകങ്ങളാണ്? നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, ഇറഗുലർ സർഫേസ് എന്താണ്? റസ്റ്റിങ്ങിനെ എൻഹാൻസ് ചെയ്യും. ബ്ലെൻഡഡ് സർഫേസ് ആണോ, അല്ലെങ്കിൽ സ്മൂത്ത് സർഫേസ് ആണോ, റഫ് സർഫേസ് ആണോ റസ്റ്റിങ്ങിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത്? റഫ് സർഫേസ് ആണ്. റഫ് സർഫേസ് റസ്റ്റിങ്ങിനെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ? പിന്നെ പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. റസ്റ്റിങ്ങിനെ ഇൻക്രീസ് ചെയ്യും. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഏതൊക്കെ മെത്തേഡാണ് റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ എന്ന ഹെഡിങ് കൊടുക്കുക. പ്രിവെൻഷൻ ഓഫ് റസ്റ്റിംഗ്. പ്രിവെൻഷൻ ഓഫ് റസ്റ്റിംഗ്.
ഒന്ന് ബാരിയർ പ്രൊട്ടക്ഷനാണ്. എന്താണ് ബാരിയർ പ്രൊട്ടക്ഷൻ? ബാരിയർ പ്രൊട്ടക്ഷൻ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് പെയിൻ്റ് അടിക്കുക. അതായത് സർഫേസുമായിട്ട് അറ്റ്മോസ്ഫിയറിനെ കോണ്ടാക്റ്റ് ഇല്ലായ്മ ചെയ്യുക. അറ്റ്മോസ്ഫിയറും അതേപോലെ തന്നെ അയൺ മെറ്റീരിയലുമായിട്ടുള്ള കോണ്ടാക്റ്റ് സമ്പർക്കത്തെ പ്രിവെൻറ്റ് ചെയ്യുക. അതിന് നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്താണ്? പെയിൻറ്റിങ് അല്ലെങ്കിൽ ഗ്രീസ് അപ്ലൈ ചെയ്യുക. ഇതൊക്കെ എന്താണ്? ബാരിയർ പ്രൊട്ടക്ഷൻ എന്ന് പറയും. ബാരിയർ പ്രൊട്ടക്ഷൻ. ദെൻ മറ്റൊന്ന് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറയും. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ അതായത് നമ്മൾ സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷനിൽ നമ്മൾ ചെയ്യുന്നത് ആക്റ്റീവായ മെറ്റൽ നമ്മൾ കോട്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് നമ്മൾ സിങ്കിനെ കോട്ട് ചെയ്യുക. അയണിൻ്റെ മുകളിൽ എന്തിനെ കോട്ട് ചെയ്യുന്നു? സിങ്കിനെ കോട്ട് ചെയ്യുന്നു. അങ്ങനെ അയണിൻ്റെ മുകളിൽ സിങ്കിനെ കോട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗാൽവനൈസേഷൻ എന്ന് പറയുക. എന്താണ് പറയുക? ഗാൽവനൈസേഷൻ എന്ന് പറയും. ഗാൽവനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് സിങ്ക് ഓൺ അയൺ സർഫേസ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് സിങ്ക് ഓൺ അയൺ സർഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് സംരക്ഷിക്കപ്പെടേണ്ട അയണിൻ്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അയണിന് എന്ത് ചെയ്യില്ല? ഓക്സിഡേഷൻ സംഭവിക്കില്ല. പകരം ആർക്കാണ് സംഭവിക്കുക? സിങ്കിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. കാരണം സിങ്ക് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് സിങ്ക് കാർബണേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അത് ഫർദർ റിയാക്ഷനെ പ്രിവെൻറ്റ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും ജി ഐ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽവനൈസ്ഡ് അയൺ ആണ്. ഒരിക്കലും കൊറോഷന് വിധേയമാകുന്നില്ല അഥവാ തുരുമ്പ് പിടിക്കുന്നില്ല. കാരണം സിങ്ക് കാർബണേറ്റ് അതിൻ്റെ സർഫേസിലുണ്ടാകും. അത് ഓക്സിഡേഷന് വിധേയമാകുന്നില്ല. അതായത് അയണിനെ നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ് അതിൻ്റെ മുകളിൽ ആക്റ്റീവ് മെറ്റലിനെ കോട്ട് ചെയ്തുകൊണ്ട്. ഉദാഹരണമായിട്ട് അയണിൻ്റെ മുകളിൽ സിങ്ക് കോട്ട് ചെയ്യുന്നതിനെയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ടിന്ന് കോട്ട് ചെയ്യാം. അപ്പോൾ ടിന്നിനേക്കാണ് കുറച്ചുകൂടെ ബെറ്റർ ഏതാണ്? സിങ്കാണ്. ഓക്കെ. മറ്റൊന്നാണ് ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ. ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷനിൽ നമ്മൾ മോർ ആക്റ്റീവ് മെറ്റലിനെ ഈ അയൺ മെറ്റീരിയലുമായിട്ട് ഇലക്ട്രിക്കലി കോണ്ടാക്ട് ചെയ്യുക. ഉദാഹരണമായിട്ട് നമ്മൾ അയൺ ടാങ്ക് ഒക്കെ ഉണ്ടാവും. അയൺ ടാങ്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പണ്ടൊക്കെ അയൺ ടാങ്ക് ഉണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ ടാങ്ക്. ഇതിനെ നമ്മൾ മഗ്നീഷ്യവുമായിട്ടോ മോർ ആക്റ്റീവ് മെറ്റൽ അല്ലെങ്കിൽ അലൂമിനിയവുമായിട്ടൊക്കെ എന്ത് ചെയ്യാം? ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കുക. അപ്പം ഈ മഗ്നീഷ്യം എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട് ആക്ട് ചെയ്യും. ഈ അയൺ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. സംരക്ഷിക്കപ്പെടേണ്ട അയൺ മെറ്റീരിയലിനെ കാഥോഡായിട്ട് കീപ്പ് ചെയ്യുക. അയൺ ഈസ് കെപ്റ്റ് ആസ് എ കാഥോഡ് ബൈ കണക്റ്റിംഗ് മോർ ആക്റ്റീവ് മെറ്റൽ ടു ഇറ്റ് ത്രൂ എ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിലൂടെ മോർ ആക്റ്റീവ് മെറ്റൽ, അത് പറഞ്ഞത് മനസ്സിലാക്കാം, അയണിനേക്കാൾ കൂടുതൽ ആക്റ്റീവായിട്ടുള്ള, അതായത് ഇലക്ട്രോകെമിക്കൽ സീരീസിലെ അയണിനേക്കാൾ മുകളിലുള്ള മെറ്റൽസ്, അതാണ് പെട്ടെന്ന് ഓക്സിഡേഷന് വിധേയമാക്കുക. അപ്പോൾ അത് ഓക്സിഡേഷന് വിധേയമാകുമ്പോൾ അയൺ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. സംരക്ഷിക്കപ്പെടേണ്ട അയണിനെ കാഥോഡായിട്ട് കീപ്പ് ചെയ്യുക. ഹൗ ഇറ്റ് ഈസ് പോസിബിൾ? അതെങ്ങനെയാണ് പോസിബിൾ ആകുന്നത്? ബൈ കണക്റ്റിംഗ് ടു ഇറ്റ് മോർ ആക്റ്റീവ് മെറ്റൽ ത്രൂ എ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്. അതായത് ഇലക്ട്രിക്കൽ കോണ്ടാക്റ്റിലൂടെ മോർ ആക്റ്റീവ് മെറ്റലുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പം അയൺ എന്തായിട്ട് ആക്ട് ചെയ്യും? കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഇതിന് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് കൂടെ പറയും. മനസ്സിലായിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ പൈപ്പിംഗ്, വാട്ടർ പൈപ്പിംഗ് ഉണ്ടാകും. അവിടെ അയണിൻ്റെ പൈപ്പിംഗ് ആണെങ്കിൽ ഇതിനൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് കണക്ട് ചെയ്യുക. അലൂമിനിയമായിട്ടോ അല്ലെങ്കിൽ മഗ്നീഷ്യമായിട്ടൊക്കെ ഒരു എർത്തിങ് കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? അയൺ അവിടെ കാഥോഡായിട്ട് ആക്ട് ചെയ്യും. ഈ മഗ്നീഷ്യം എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ട്. അപ്പോൾ അയണിന് എന്ത് സംഭവിക്കില്ല? ഓക്സിഡേഷൻ സംഭവിക്കില്ല. ഇനി മറ്റൊന്നാണ്, ലാസ്റ്റ് മെത്തേഡാണ് യൂസ് ഓഫ് ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻ. അതായത് ആൽക്കലൈൻ ക്രോമേറ്റ്, ആൽക്കലൈൻ ഫോസ്ഫേറ്റ് പോലെയുള്ള സൊല്യൂഷൻ എന്ത് ചെയ്യും? റസ്റ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യും. അപ്പം ഏതൊക്കെ മെത്തേഡാണ്? ഒന്ന് ബാരിയർ പ്രൊട്ടക്ഷൻ, പെയിൻ്റ് അടിക്കുക. ഇറ്റ് കീപ്സ് അയൺ സർഫേസ് എവേ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ബൈ അപ്ലൈയിങ് ഗ്രീസ് ഓർ പെയിൻറ്റ്. മറ്റൊന്ന് സാക്രിഫിഷ്യൽ പ്രൊട്ടക്ഷൻ. മോർ ആക്റ്റീവ് മെറ്റൽസ് ലൈക്ക് സിങ്ക്, ടിൻ can coat on the iron surface.
ഓക്കെ ദെൻ അതിലേത് പ്രധാനപ്പെട്ടതാണ് ഇത് ഗാൽവനൈസേഷൻ. ഗാൽവനൈസേഷൻ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് ഓഫ് സിങ്ക് ഓൺ അയൺ സർഫേസ് ഇസ് കോൾഡ് ഗാൽവനൈസേഷൻ. GI പൈപ്പ് ഒരു തവണ ചോദിച്ചത് വാട്ട് ഈസ് GI പൈപ്പ്. ഗാൽവനൈസ്ഡ് അയണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, GI പൈപ്പ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ പ്രൊട്ടക്ഷൻ ഓർ കാഥോഡിക് പ്രൊട്ടക്ഷൻ. ഹിയർ iron material is kept as cathode by connecting more active metal to it through a electrical contact. Okay, then last one, use of anti-rust solution. Anti-rust solution like alkaline phosphate, alkaline chromate is applied to prevent the corrosion. Then ഇവിടെ നമുക്ക് ചോദിക്കാനുള്ള ചിലപ്പോൾ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാം. നമുക്കറിയാം ഈ പിന്നെ ഈസ് ഇറ്റ് സേഫ് ടു കൺസ്ട്രക്ട് എ ഐസ് plant near to the seashore by using iron മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് സീഷോറിൽ ഒരു ഐസ് പ്ലാന്റ് നിർമ്മിക്കാൻ പറ്റുമോ? ഈസ് ഇറ്റ് സേഫ് ആണോ? അല്ല. കാരണം എന്താണ്? അയൺ മെറ്റീരിയൽസ് സീഷോറിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, കൊറോഷന് വിധേയമാകും. കാരണം അവിടെ എന്തുണ്ടാകും, സോഡിയം ക്ലോറൈഡിൻ്റെ പ്രസൻസ് ഉണ്ടാകും. സോഡിയം ക്ലോറൈഡ് എന്താണ്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അത് പെട്ടെന്ന് എന്ത് ചെയ്യും, കൊറോഷന് വിധേയമാകാൻ പറ്റും. പറഞ്ഞ് മനസ്സിലായോ? ഒരു ഐസ് പ്ലാന്റ് നമ്മൾ കടൽക്കരയിൽ നിർമ്മിക്കാൻ പോകുക, അയൺ മെറ്റീരിയലാണ് അവിടെ റൂഫായിട്ട് ഉപയോഗിക്കുന്നത്. അത് എത്ര സേഫ് ആണോ? അല്ല. കാരണം ആ കാറ്റിലൊക്കെ എന്തുണ്ടാകും, ഉപ്പ് കാറ്റുണ്ടാകും. അത് സോഡിയം ക്ലോറൈഡിൻ്റെ പ്രസൻസ് ഉണ്ടാകും. അതെന്താണ്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതെന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, കൊറോഷന് വിധേയമാകും. ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസ് കൊറോഷൻ എൻഹാൻസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അത്തരം ബിൽഡിംഗ് ഒന്നും സീഷോറിൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒന്നും സീഷോറിൽ നിർമ്മിക്കുമ്പോൾ ഉപയോഗിക്കാൻ സേഫ് അല്ല. അത് മനസ്സിലാക്കുക. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാറ്ററീസിനെ കുറിച്ചാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ബാറ്ററീസും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമ്മൾ കഴിയും. ബാറ്ററീസ് എന്താണ്? സെൽസ് എന്ന് പറയും, ബാറ്ററി അല്ലെങ്കിൽ സെൽ. നമുക്ക് സെൽ എന്ന് ഉപയോഗിക്കാം. സെൽസ് രണ്ട് തരത്തിലുള്ള സെല്ലാണുള്ളത്. ഒന്ന് പ്രൈമറി സെല്ലും മറ്റൊന്ന് സെക്കൻഡറി സെല്ലുമാണ്. പ്രൈമറി സെൽസ് ആൻഡ് സെക്കൻഡറി സെൽ. എന്താണ് പ്രൈമറി സെൽ? പ്രൈമറി സെല്ല് നമുക്ക് ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. വി കനോട്ട് റീചാർജ്. ഇറ്റ് ഈസ് മെന്റ് ഫോർ ഓൺലി സിംഗിൾ പർപ്പസ്. ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലിനെയാണ് നമുക്ക് പ്രൈമറി സെൽ എന്ന് വിളിക്കുക. അത് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ സാധാ ബാറ്ററി, നമ്മൾ പിന്നെ ടോർച്ചിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, അതേപോലെ ക്യാമറാസിൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി എന്താണ്, ചാർജ് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത്തരം ബാറ്ററീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൈമറി സെൽ. ഓക്കെ, പ്രൈമറി സെല്ലിന് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ ഡ്രൈ സെൽ. ഒരുപാട് സെല്ലുകളുണ്ട് കേട്ടോ. ഇത് നമ്മളെ സിലബസിലുള്ളത് മാത്രമേ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡ്രൈ സെൽ, മറ്റൊന്ന് മെർക്കുറി സെൽ. ദെൻ അതേപോലെ സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെക്കൻഡറി സെൽ. ദ സെൽ വിച്ച് ക്യാൻ ബി യൂസ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ റീചാർജിങ്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററി. Then nickel cadmium battery. അപ്പം ഏതൊക്കെയാണ്? രണ്ട് തരത്തിലുള്ള സെല്ലുണ്ട്. പ്രൈമറി സെല്ലുണ്ട്, സെക്കൻഡറി സെല്ലുണ്ട്. പ്രൈമറി സെൽ cannot be recharged. Example for primary cell, dry cell and mercury cell. Then secondary cells are those cells which can use again and again by recharging. Example, lead storage battery and nickel cadmium battery. Then ഇനി നമുക്ക് ഈ സെല്ലിനെ കുറിച്ച് ജസ്റ്റ് മനസ്സിലാക്കണം. അതായത് പ്രൈമറി സെല്ലിൻ്റെ എക്സാമ്പിളായ ഡ്രൈ സെൽ എന്താണ്? ഈ ഡ്രൈ സെല്ലിൽ സാധാരണ ഡ്രൈ സെല്ല് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സിങ്ക് കണ്ടെയ്നർ ഉണ്ടാകും. ആ സിങ്ക് കണ്ടെയ്നർ ആനോഡ് സിങ്ക് കണ്ടെയ്നർ ആനോഡായിട്ട് ആക്ട് ചെയ്യും. ദെൻ ഇതിന് സെൻട്രൽ ഭാഗത്തൊരു ഗ്രാഫൈറ്റ് റോഡ് ഉണ്ടാകും. സറൗണ്ടഡ് ബൈ മാംഗനീസ് ഡയോക്സൈഡ്. ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ മാംഗനീസ് ഡയോക്സൈഡ്. ഗ്രാഫൈറ്റ് റോഡ്
surrounded by MnO2 act as cathode ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. അത്ര വളരെ പ്രധാനപ്പെട്ട ഒന്നല്ല. സിങ്ക് കണ്ടെയ്നർ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു കറുത്ത ദണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പഴയ ബാറ്ററിയിലുണ്ടാകും, അത് ഗ്രാഫൈറ്റ് റോഡാണ്. അതിന് ചുറ്റും ഒരു ബ്ലാക്ക് പൗഡർ ഉണ്ടാകും, അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ളത് അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും, പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. അപ്പോൾ ഇതിൻ്റെ എസെൻഷ്യൽ കൺസ്റ്റിറ്റ്യൂൻ്റ് ഇതൊക്കെയാണ്. ഇനി ആനോഡ് റിയാക്ഷൻ ഉണ്ട്, കാഥോഡ് റിയാക്ഷൻ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആനോഡ് റിയാക്ഷൻ, എന്താണ് കാഥോഡ് റിയാക്ഷൻ. ആനോഡ് കാഥോഡ് റിയാക്ഷൻസ് ഒന്നും സാധാരണഗതി ചോദിക്കാറില്ല, എന്നാലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആനോഡിൽ സിങ്കിന് ഇലക്ട്രോൺ നഷ്ടപ്പെടും. ആനോഡിൽ ഓൾവേസ് ഓക്സിഡേഷൻ ആണല്ലോ, സിങ്കിന് ഇലക്ട്രോൺ നഷ്ടപ്പെടും. ദെൻ കാഥോഡിലുള്ളൊരു കോംപ്ലക്സ് റിയാക്ഷനാണ് മനസ്സിലാക്കേണ്ടത്. കാഥോഡിൽ ഈ മാംഗനീസ് ഡയോക്സൈഡും അതേപോലെ തന്നെ അമോണിയം തമ്മിൽ ഈ അമോണിയം അയോൺ എവിടെ നിന്നാണ് കിട്ടുന്നത്? അമോണിയം ക്ലോറൈഡിൽ നിന്ന് റിഡക്ഷന് വിധേയമായി MnOOH പ്ലസ് അമോണിയ ഇങ്ങനെ കാണാം. ദെൻ ഇതാണ് സെൽ റിയാക്ഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓവറോൾ സെൽ റിയാക്ഷനും ഇതിൻ്റെ ഓവറോൾ സെൽ റിയാക്ഷൻ നമ്മൾ NCERT ടെക്സ്റ്റിൽ ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 1.5 വോൾട്ടാണ്. 1.5 വോൾട്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം, അമോണിയ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ അമോണിയ സ്മെല്ല് ചെയ്യുന്നൊന്നുമില്ല. അമോണിയ ലിബറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ബാറ്ററി വർക്ക് ചെയ്യുമ്പോൾ സ്മെല്ല് ചെയ്യുമോ? ഇല്ല. സിങ്കും അമോണിയം, ഇവിടെയുള്ള സിങ്കും അമോണിയം തമ്മിൽ റിയാക്ട് ചെയ്ത് ഇവിടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല? അമോണിയയുടെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ വോൾട്ടേജ് എന്താണ്? 1.5 വോൾട്ടാണ്. ഇവിടെ ഒരു പ്രശ്നം, ഈ സെല്ല് ഉപയോഗിക്കുന്നതിനനുസൃതമായിട്ട് ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. പിന്നെ വേറൊരു പ്രത്യേകത, ഈ സെല്ല് നമ്മൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അത് കുറച്ച് കാലം കഴിഞ്ഞാൽ ഡെഡ് ആവും. ദ സെൽ ബിക്കം ഡെഡ്. The dry cell become dead even we are not using cell become dead. Why it is so? എന്തുകൊണ്ടാണ് സെല്ല് നശിച്ചു പോകുന്നത്? കാരണം ഈ സിങ്ക് ക്ലോറൈഡിനും അമോണിയം ക്ലോറൈഡിനും ഒരു കൊറോസീവ് ആക്ഷൻ ഉണ്ട്. ഇവിടെയുള്ള ഇലക്ട്രോലൈറ്റ് ഏതാണ്? അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡാണ്. അത് ഈ സിങ്ക് കണ്ടെയ്നറിലാണല്ലോ അമോണിയം ക്ലോറൈഡും സിങ്ക് ക്ലോറൈഡും ഉള്ളത്. അത് ഇതിനെ നശിപ്പിച്ച് കളയും. കുറേ കാലം കഴിയുമ്പോൾ ഇതിന് കൊറോഷൻ സംഭവിക്കും. തൽഫലമായിട്ട് സെല്ല് ഡെഡായി പോകും. അതായത് നമ്മൾ പഴകിയ ബാറ്ററിയാണ്, ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അത് പ്രസ്സാകുന്നുണ്ടെങ്കിൽ എന്താണ്? ആ ബാറ്ററി ഡെഡാണെന്ന് പറയും. സാധാരണക്കാർക്ക് അറിയാതെ. ഇപ്പോൾ അത്തരം ബാറ്ററീസൊക്കെ മാർക്കറ്റിൽ ഇല്ല കേട്ടോ. ഇത് ഓൾഡ് ബാറ്ററി, ഡ്രൈ സെൽ. ഇത് ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള ബാറ്ററിയാണ് ഇപ്പോൾ നമ്മളെ മാർക്കറ്റുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഡ്രൈ സെല്ലിനെ കുറിച്ച്. ഡ്രൈ സെല്ലിലെ ആനോഡ് ഏതാണ്? ആനോഡ് സിങ്ക് കണ്ടെയ്നർ. കാഥോഡ് ഏതാണ്? ഗ്രാഫൈറ്റ് റോഡ് സറൗണ്ടഡ് ബൈ മാംഗനീസ് ഡയോക്സൈഡ് ആക്ട് ആസ് കാഥോഡ്. ഇലക്ട്രോലൈറ്റ് ഏതാണ്? അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്, പേസ്റ്റ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്. ഇനി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് എങ്ങനെ ചോദിക്കാം? While the working of dry cell, ammonia will liberate. We cannot smell the ammonia. What is the reason? അങ്ങനെയൊക്കെ ചോദിക്കാം. Because this ammonia combined with Zn2 plus ion to form complex. So it prevent the smell of ammonia. Ammonia complex ഫോം ചെയ്യുന്നു. ഏതുമായിട്ട് റിയാക്ട് ചെയ്ത്? സിങ്ക് അയോണുമായിട്ട് റിയാക്ട് ചെയ്ത്. Then what is the voltage of dry cell? ഒരു പക്ഷേ ചോദിച്ചേക്കാം. 1.5 വോൾട്ടാണ്. Then പിന്നെ ഒരു ക്വസ്റ്റ്യൻ, ദ ഡ്രൈ സെൽ ബിക്കം ഡെഡ് ഈവൺ വി ആർ നോട്ട് യൂസിങ്. ഡ്രൈ സെൽ എന്ത് ചെയ്യും? ഡെഡായി മാറും നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും. എന്തുകൊണ്ട്? കാരണം ഡ്രൈ സെൽ ബിക്കം ഡെഡ് ഈവൺ വി ആർ നോട്ട് യൂസിങ് ബിക്കോസ്
zinc chloride and ammonium chloride have corrosive nature. It destroyed the zinc container. ഓക്കെ, അപ്പോൾ ഡ്രൈ സെല്ലിനെ കുറിച്ച് ഇത്ര മാത്രമാണുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെല്ല് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. മെർക്കുറി സെല്ല് നമ്മൾ ഹിയറിംഗ് ഡിവൈസ്, ക്യാമറ ഇതുപോലുള്ള ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ലോ വോൾട്ടേജ് ഉണ്ടാകേണ്ട ഉപകരണങ്ങളാണ് ഹിയറിംഗ് എയ്ഡ്സിലൊക്കെ. ഇതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ വോൾട്ടേജ് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 1.35 ആണ് അതിൻ്റെ വോൾട്ടേജ്. 1.35 ഈ സേ എക്സാമിനേഷൻ്റെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ദ വോൾട്ടേജ് ഓഫ് മെർക്കുറി സെൽ, വേർ ഇറ്റ് ഈസ് യൂസ്ഡ്, എവിടെയാണ് അത് ഉപയോഗിക്കുന്നത്? അത് എക്സാമിന് ഉപയോഗിച്ചിട്ടില്ല. എവിടെയാണ് ഹിയറിംഗ് എയ്ഡ്സിലൊക്കെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ വോൾട്ടേജ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് സ്പാൻ എന്ത് ചെയ്യാൻ പറ്റും? കീപ്പ് ചെയ്യാൻ. മെർക്കുറി സെൽ can retain its voltage throughout its lifespan because it does not contain any ions. Ions ഇല്ല ഈ ഓവറോൾ സെൽ റിയാക്ഷനിൽ, എന്തില്ല? അയോൺസ് ഇല്ല. തൽഫലമായിട്ട് അത് പിന്നെ സമയത്തിനനുസൃതമായിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നില്ല? കുറയുന്നില്ല. സോ ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ്സ് വോൾട്ടേജ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ മുഴുവനും അതിൻ്റെ വോൾട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും? കീപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. ദെൻ അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ മെർക്കുറി സെല്ല് ബട്ടൺ സെൽ എന്നൊക്കെ പറയും. മെർക്കുറി സെല്ലിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ബട്ടൺ സെൽ. ബട്ടൺ സെൽ ഈസ് യൂസ്ഡ് ഇൻ ഹിയറിംഗ് എയ്ഡ്സ് ആൻഡ് ക്യാമറാസ്. ഇറ്റ് ഇസ് മെയിൻ അഡ്വാൻറ്റേജ്, ഇറ്റ് ക്യാൻ കീപ്പ് ഇറ്റ്സ് വോൾട്ടേജ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് സ്പാൻ. ലൈഫ് സ്പാൻ മുഴുവനും അതിൻ്റെ വോൾട്ടേജ് കീപ്പ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി അയോൺസ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇതിലെ മെർക്കുറി സെല്ലിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെർക്കുറി സെൽ ഓർ ബട്ടൺ സെൽ, മെർക്കുറി സെല്ലിൻ്റെ കമ്പോണൻറ്റ്. ആനോഡ് ഏതാണ്? സിങ്ക് അമാൽഗമാണ്, സിങ്ക് അമാൽഗം. ദെൻ കാഥോഡിലായിട്ടുള്ളത് മെർക്കുറിക് ഓക്സൈഡാണ്, മെർക്കുറിക് ഓക്സൈഡ്. ദെൻ അവിടെ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത് KOH ആണ്. മെർക്കുറിക് ഓക്സൈഡ് കാഥോഡും ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത് എന്താ? സിങ്ക് അമാൽഗവുമാണ്. അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഓവറോൾ റിയാക്ഷൻ സിങ്ക് പ്ലസ് HgO gives zinc oxide plus Hg. zinc oxide plus Hg. Then ഇതാണ് ഇതിൻ്റെ ഓവറോൾ റിയാക്ഷൻ. ഇതിൻ്റെ വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് 1.35 വോൾട്ട്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻസ് എന്താണ്? വൈ വി ആർ യൂസിങ് മെർക്കുറി സെൽ ഇൻ ഹിയറിംഗ് എയ്ഡ്സ്. എന്തുകൊണ്ടാണ് ഹിയറിംഗ് എയ്ഡ്സിൽ നമ്മൾ മെർക്കുറി സെൽ പ്രിഫർ ചെയ്യുന്നത്? ബിക്കോസ് ഇറ്റ് ക്യാൻ മെയിൻറ്റെയിൻ ഇറ്റ്സ് വോൾട്ടേജ് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ മുഴുവൻ ഒരേ വോൾട്ടേജ്. അല്ലാതെ ഇങ്ങനെ വോൾട്ടേജ് കുറയുകയാണെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമല്ലോ. എന്തുകൊണ്ടാണ് പിന്നെ വോൾട്ടേജ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ് സ്പാൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നത്? കാരണം ഇറ്റ് ഇസ് ഇലക്ട്രോഡ് റിയാക്ഷൻ ഡസ് നോട്ട് ഇൻവോൾവ് എനി അയോൺസ് ഇല്ല ഇലക്ട്രോഡ് റിയാക്ഷനിൽ. ഓക്കെ, ദെൻ അതിൻ്റെ വോൾട്ടേജ് എത്രയാണ്? 1.35 വോൾട്ടേജ്. അപ്പോൾ നമ്മൾ പ്രൈമറി സെല്ലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഒന്നുകൂടെ പറയാം, പ്രൈമറി സെല്ല് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ല. വി കനോട്ട് യൂസ് ബൈ റീചാർജ്, യൂസ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ റീചാർജിങ്. ഓക്കെ, ദർ ആർ 2 types of primary cell, dry cell and mercury cell. Then സെക്കൻഡറി സെല്ലിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സെക്കൻഡറി സെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡറി സെല്ലിൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്. എന്താണ് സെക്കൻഡറി സെൽ? ദ സെൽ വിച്ച് ക്യാൻ യൂസ് അഗെയിൻ ആൻഡ് അഗെയിൻ ബൈ റീചാർജിങ്. എക്സാമ്പിൾ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. എക്സാമ്പിൾ സെക്കൻഡറി സെല്ലിന് എക്സാമ്പിൾ ആണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. സെക്കൻഡറി സെൽ എക്സാമ്പിൾ lead storage battery. Then ഇതിൽ ആനോഡ് ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററി നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻവേർട്ടറിൻ്റെ ബാറ്ററി ഇതിനെ കണ്ടിട്ടുണ്ടാകും, പലരും കണ്ടിട്ടുണ്ടാകും. ഓക്കെ, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഇവിടെ അതിനൊരു ഗ്രിഡ് എന്ന് പറയും, അറകൾ, ചെറിയ ചെറിയ അറകൾ ഉണ്ടാവും ഈ പിന്നെ ലെഡിൻ്റെ. ആ ആനോഡ് ലെഡ് ഗ്രിഡ് ഓഫ് ലെഡ്സ് എന്നാണ്.
ആനോഡ് ഏത് ലെഡ് കൊണ്ട് നിർമ്മിച്ച ഗ്രിഡാണ്. ആനോഡിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. ദെൻ കാഥോഡിൽ സംഭവിക്കുന്നത്, കാഥോഡിലുള്ളത് ഗ്രിഡ് ഓഫ് ലെഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് കറുത്ത പൊടി, ലെഡ് ഡയോക്സൈഡ് ഉള്ള ഗ്രിഡ്, അത് ആ അറയിൽ എന്തുണ്ടാകും? ലെഡ് ഡയോക്സൈഡ് നിറച്ചിട്ടുണ്ടാകും. അവിടെ ഇതിന് റിഡക്ഷൻ സംഭവിക്കുകയാണ്. PbO ഏതിൻ്റെ പ്രസൻസിൽ? സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രസൻസിൽ. സൾഫ്യൂരിക് ആസിഡാണ് ഇവിടെ ഇലക്ട്രോലൈറ്റ്. 30 മനസ്സിലാക്കണം, 38%. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൾഫ്യൂരിക് ആസിഡ് ആക്ട് ആസ് ഇലക്ട്രോലൈറ്റ്. സൾഫ്യൂരിക് ആസിഡ് act as electrolyte. 38%. എൻട്രൻസിനൊക്കെ ചോദിക്കാറുണ്ട്. അത് 38% സൾഫ്യൂരിക് ആസിഡാണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ ഇത് PbSO4, then PbSO4, then 2H2O, PbSO4, 2H2O. Then അപ്പോൾ ഓവറോൾ സെൽ റിയാക്ഷൻ എന്താണ്? Pb പ്ലസ് PbO2 പ്ലസ് 2H2SO4 gives 2PbSO4. 2PbSO4, 2H2O. ഓക്കെ, ഇതാണ് ഓവറോൾ സെൽ റിയാക്ഷൻ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, റീചാർജ് ചെയ്യുമ്പോൾ ആനോഡ് റിയാക്ഷൻ ബിക്കം കാഥോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ ബിക്കം ആനോഡ്. നേരെ റിവേഴ്സ് ആവും റീചാർജ് ചെയ്യുമ്പോൾ. റീചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, റീചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ബാറ്ററിയിൽ സാധാരണഗതിയിൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാറില്ലേ? ഏത് വാട്ടറാണ്? ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം കൂടുതൽ റിയാക്ഷൻ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഈ വാട്ടർ അങ്ങ് ഇവാപ്രേറ്റ് ചെയ്ത് പോകും. ഈ വാട്ടർ ഇവാപ്രേറ്റ് ചെയ്ത വാട്ടറിനെ നമുക്ക് അവിടെ നിലനിർത്തണം. എന്നാലാണ് എന്ത് ചെയ്യാം? റീചാർജിങ് ഉണ്ടാകുമ്പോൾ റിയാക്ഷൻ റിവേഴ്സ് ആകും. അതൊന്നും എക്സാമിനൊന്നും ചോദിക്കില്ല, അതിൻ്റെ ടെക്നിക്കൽ ഭാഗമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? 38%. അതിന് ആനോഡ് റിയാക്ഷൻ എന്താണ്? ആനോഡ് റിയാക്ഷൻ ചോദിക്കാം. ആനോഡ് റിയാക്ഷൻ കണ്ടില്ലേ? Pb2+ ആയിട്ട് മാറുന്നു. ഇവിടെ ലെഡ് ഡയോക്സൈഡ് ആണ്, ഗ്രിഡ് ഓഫ് ലെഡ് വിത്ത് ലെഡ് ഡയോക്സൈഡ് ആണ് കാഥോഡ്. ഈ സൾഫ്യൂരിക് ആസിഡ് ഇലക്ട്രോലൈറ്റ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയുള്ള PbO2ലുള്ള O2 ഇവിടെയുള്ള 2H2 ആയിട്ട് മാറുന്നു. കണ്ടില്ലേ? 2H2. പിന്നെയുള്ളത് എന്താണ്? യെസ്, ഇവിടെ സൾഫേറ്റ് അല്ലേ? സൾഫേറ്റ് പിന്നെ സൾഫ്യൂരിക് ആസിഡ് അതെന്തായിട്ട് മാറുന്നു? സൾഫേറ്റ്, ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറുന്നു. എന്തായിട്ട് മാറിയിട്ടുണ്ട്? ലെഡ് സൾഫേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാമെന്നറിയാം. ഇവിടെയും SO4 2- കൊടുത്തു കഴിഞ്ഞാൽ നമുക്കങ്ങ് ബാലൻസ് ചെയ്യാൻ സുഖമാണ്. ബാലൻസ് ചെയ്യാൻ SO4 2-. അപ്പം കുഴപ്പമില്ല. അപ്പോൾ ഇതെന്തായിട്ട് മാറും? PbSO4 ആയിട്ട് മാറും. മനസ്സിലായില്ലേ? കാരണം ഇത് സൾഫേറ്റ് അയോണുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 2 ഇലക്ട്രോണിനും നഷ്ടപ്പെടുത്തണം. അപ്പോൾ ഇവിടെ ഓക്സിഡേഷൻ നടക്കുന്നു. അപ്പോൾ ടോട്ടൽ ഇവിടെ എന്ത് വന്ന് 2bSO4 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാകും. ഇവിടെ ഒരു പിന്നെ എന്ത് മതി? ഒരു പിന്നെ സൾഫ്യൂരിക് ആസിഡും അതേപോലെ തന്നെ ഇവിടെ H+, 2H+, അപ്പോൾ 2H2O വരും. ഓക്കെ, ബാലൻസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഓവറോൾ സെൽ റിയാക്ഷനായി. ദെൻ ഇനി മറ്റൊരു സെല്ലാണ് നിക്കൽ കാഡ്മിയം സെൽ. ഇതൊരു എക്സ്പെൻസീവാണ്. ഇതിന് കൂടുതൽ എക്സ്പെൻസീവാണ്. നിക്കൽ കാഡ്മിയം സെല്ല് എന്താണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററിയേക്കാൾ കൂടുതൽ എക്സ്പെൻസീവാണ്. അതും സെക്കൻഡറി സെല്ലാണ്. അത് കൂടുതൽ എക്സ്പെൻസീവാണ്. ദെൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാനൊന്നുമില്ല. അതിൻ്റെ പിന്നെ നിക്കൽ കാഡ്മിയം ബാറ്ററി, അതിൽ നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ മാത്രം ഡിസ്കസ് ചെയ്യാം. ദെൻ അതിൻ്റെ ഓവറോൾ റിയാക്ഷൻ ഉണ്ട്. കാഡ്മിയം, നിക്കൽ ഹൈഡ്രോക്സൈഡ്, then cadmium oxide plus nickel hydroxide 2H2O. ഇത് എക്സ്പെൻസീവാണ്. ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണ്? എക്സ്പെൻസീവാണ്.
ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ സെൽ റിയാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള NCERT തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിക്കൽ കാഡ്മിയം ബാറ്ററി ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സെല്ലാണ് ഇത് ഫ്യൂവൽ സെൽ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫ്യൂവൽ സെല്ല് സാധാരണഗതിയിൽ എല്ലാ എക്സാമിനും ഫ്യൂവൽ സെല്ല് ചോദിക്കാത്ത എക്സാം വളരെ കുറവാണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ചോദിക്കുമ്പോൾ ഫ്യൂവൽ സെല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്യൂവൽ സെൽ, ഈ ഫ്യൂവൽ സെല്ലും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴേക്ക് ഈ ചാപ്റ്റർ കഴിയും. ഫ്യൂവൽ സെൽ എന്താണ് ഫ്യൂവൽ സെൽ നോക്കാം. ഫ്യൂവൽ സെൽ ഈസ് എ ഡിവൈസ് which is used to produce electrical energy by incomplete combustion of fuels such as hydrogen, oxygen. ഇതെവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? അപ്പോളോ സ്പേസ് പ്രോഗ്രാമിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന സെല്ലാണ്. ഒന്നുകൂടെ പറയാം ഫ്യൂവൽ സെല്ലിൻ്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഇസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക്കൽ എനർജി ബൈ ദ ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് സച്ച് ആസ് ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ, അപ്പം ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് എങ്ങനെ? ബൈ അപൂർണമായ ജ്വലനത്തിന് വിധേയമായിട്ട് ഇൻകംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽസ് ഹൈഡ്രജൻ, ഓക്സിജൻ. അത് മീഥെയിൻ ഉപയോഗിക്കും, പല ഫ്യൂവൽസ് ഉപയോഗിക്കും. പക്ഷേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. ഇതാണ് ബേക്കൺ സെൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബേക്കൺ സെൽ, ഹൈഡ്രജൻ ഓക്സിജൻ സെൽ ഫ്യൂവൽ സെൽ അല്ലെങ്കിൽ ബേക്കൺ സെൽ. ഇതാണ് ഫസ്റ്റ് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കാം അതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇതേ 3 കമ്പാർട്ട്മെൻ്റ് ആയിട്ടുണ്ടാകും. ഈ ഫിഗർ വരയ്ക്കാൻ മറക്കരുത്, എക്സാമിന് വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടും. ഫിഗർ മാത്രം നോക്കിയാൽ മതി. യെസ്, ഇവിടെ ഇത് നെഗറ്റീവാണ്. ഇതൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ആനോഡിൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ്. ആനോഡ്. ഇത് കാഥോഡ് കമ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഓക്സിജനാണ് ഫെഡ് ചെയ്യുന്നത്, ഇവിടെ ഹൈഡ്രജൻ ഫെഡ് ചെയ്യുന്നു. ഇവിടെ ഇലക്ട്രോലൈറ്റ് ഉണ്ടാകും. ഇലക്ട്രോലൈറ്റ് KOH. ഇലക്ട്രോലൈറ്റ് എന്താണ്? KOH ഇൻകോപ്പറേറ്റഡ് വിത്ത് പ്ലാറ്റിനം ഇലക്ട്രോഡ് ഉണ്ടാകും. ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏതാണ്? പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫെഡ് ചെയ്യുന്നു, ഇവിടെ ഓക്സിജൻ ഗ്യാസ്. ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് KOH ഉണ്ട്, അതിൻ്റെ ഇലക്ട്രോഡ് ഏതാണ്? പ്ലാറ്റിനാണ്. ദെൻ ഇതിൻ്റെ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും ചോദിക്കാറുണ്ട്. നോക്കാം ആനോഡ് റിയാക്ഷനും ആൻഡ് കാഥോഡ് റിയാക്ഷൻ. ഫിഗർ മനസ്സിലായല്ലോ. ഈ ഒരു ചാമ്പറിൽ ഹൈഡ്രജൻ ഗ്യാസ് പമ്പ് ചെയ്യുന്നു, ഈ ഒരു ചാമ്പറിൽ എന്താണ്? ഓക്സിജൻ ഗ്യാസ്. ദെൻ ഇതിന് ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ നോക്കാം. ആനോഡ് റിയാക്ഷൻ എന്താണ്? കാഥോഡ് റിയാക്ഷൻ. ആനോഡിൽ ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ പമ്പ് ചെയ്യുന്നു, ഫെഡ് ചെയ്യുന്നു. OH- ഉണ്ട്. OH- നമുക്ക് ഇലക്ട്രോലൈറ്റിനാണ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് എന്നാണ് OH- വരുന്നത്. ദെൻ 4OH- എടുത്തു കഴിഞ്ഞാൽ 2H2O. ദെൻ 4H2O ഉണ്ടാവും അല്ലേ? 4H2O. ഇപ്പം ഇവിടെ എത്ര വന്നു? 2. ഓക്കെ, ദെൻ 4 ഇലക്ട്രോൺസ്. ഇഷ്ടപ്പെട്ടു. ഇതാണ് ആനോഡ് റിയാക്ഷൻ. കാഥോഡ് റിയാക്ഷൻ നോക്കാം. കാഥോഡിൽ ഏതാണ് ഫെഡ് ചെയ്യുന്നത്? ഓക്സിജനാണ്. അപ്പം 2H2O ഗിവ്സ് എന്താണ്? 4OH-. റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? റിഡക്ഷൻ. കാഥോഡിൽ എന്താണ്? റിഡക്ഷൻ. 4E. ദെൻ ഓവറോൾ സെൽ റിയാക്ഷൻ എന്തായിരിക്കും? ഇവിടെ 2H2 + O2 ഗിവ്സ് 2H2O. ഇത് വളരെ സിമ്പിളാണ്. റിയാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ടഫാന്ന് വിചാരിക്കും. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ, ആനോഡിൽ എന്താണ്? ഹൈഡ്രജൻ. ദെൻ കാഥോഡിൽ ഓക്സിജൻ. ഓക്കെ, അതെല്ലാവർക്കും അറിയണം. ഇവിടെ 4OH എവിടെ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ഇലക്ട്രോലൈറ്റിന്. ഇതിനൊരു സിമിലർ കണ്ടില്ലേ? ഇങ്ങനെ കാണാം കണ്ടില്ലേ? ഇവിടെ വരുമ്പോൾ 4. ഇവിടെ എത്ര ഉണ്ട്? 2H2 അല്ലേ? ഇവിടെ 4H2. എഴുതാൻ സുഖമാണ്, മനസ്സിലാക്കാൻ സുഖമാണ്. അപ്പോൾ ഇവിടെ പിന്നെ വാട്ടർ ഉണ്ടാകുന്നു. ദെൻ
ഇവിടെ ഓക്സിജൻ വാട്ടറായിട്ട് റിയാക്ട് ചെയ്ത് പിന്നെ റിഡക്ഷന് വിധേയമായിട്ട് എന്തായിട്ട് മാറുന്നു 4OH മൈനസ് ആയിട്ട് മാറുന്നു. ഇനി ഈ റിയാക്ഷൻ ഒന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഈ ഓവറോൾ സെൽ റിയാക്ഷൻ മാത്രം എഴുതിയാൽ തന്നെ ഫുൾ മാർക്ക് കിട്ടാറുണ്ട്. H2 plus O2 gives 2H2. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബൈ പ്രൊഡക്റ്റ് എന്താണ്? വാട്ടറാണ്. അതുകൊണ്ട് ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്, ഇത് ഹൈ എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. ഒന്ന് അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം പൊല്യൂഷൻ. മറ്റൊന്ന് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി. ഹൈ എഫിഷ്യൻസി, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എഫിഷ്യൻസി കൂടുതലാണ്. ദീസ് ആർ ദ 3 അഡ്വാൻറ്റേജസ് ഓഫ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് ഫ്യൂവൽ സെൽ. ഒന്ന് ഫ്രീ ഫ്രം പൊല്യൂഷൻ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എനർജി, ദെൻ ഹൈ എഫിഷ്യൻസി. ദെൻ പിന്നെ ചില ടെക്സ്റ്റിലൊക്കെ കാണാം, അസ്ട്രോണമേഴ്സിലൊക്കെ ഇത് റീയൂസ് ചെയ്യാൻ പറ്റും വാട്ടർ എന്നൊക്കെ പറയാം അസ്ട്രോണമേഴ്സിന്. അതൊക്കെ എത്രമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. എനിവേ, ഈ ഫ്യൂവൽ സെല്ല് ആദ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോളോ സ്പേസ് പ്രോഗ്രാമിലാണ്. ഫ്യൂവൽ സെൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഡയഗ്രാം വളരെ സിമ്പിളായ ഡയഗ്രാമാണ്. ഇതേ കണ്ടില്ലേ, ഇവിടെ KOH, ഇവിടെ ഓക്സിജൻ, ഇവിടെ എന്താണ്? ഹൈഡ്രജൻ. ആനോഡിൽ ഹൈഡ്രജൻ. ആനോഡിൻ്റെ സൈൻ നെഗറ്റീവാണ്. ഇത് യെസ്. ഇതേ ഉള്ളൂ. 3 മാർക്കാണ് ലഭിക്കുക. ഇത് ഓവറോൾ സെൽ റിയാക്ഷൻ 2H2 plus O2 gives 2H2. അത് മാത്രം എഴുതിയാലും മതി. ഇനി അതല്ല, ആനോഡ് റിയാക്ഷനും കാഥോഡ് എളുപ്പമുണ്ട്, എളുപ്പ മാർഗമുണ്ട്. കണ്ടില്ലേ, 4OH മൈനസ്, രണ്ടും ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് പിന്നെ ഇവിടെ H2O. H2L ഇവിടെ 4 വേണ്ടു, അത് ബാലൻസ് ചെയ്യുമ്പോൾ നോക്കാം. S2H2. അപ്പോൾ നമ്മൾ ഫ്യൂവൽ സെല്ലിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ഡിസ്കഷൻ സെക്ഷനിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.